കർത്താവായ രക്ഷകനല്ലാതെ സഭാവിശ്വാസികൾ ആരെ ഭയക്കണമെന്നാണ് ഈ മിത്രന്മാർ പറയുന്നത്. ദൈവത്തെ മാത്രം ഭയക്കുക. ദൈവഭയമുള്ള സഭാമക്കൾ ക്ഷമയുടെ നെല്ലിപ്പിലക അങ്ങനെ കാണുകയാണ്. ദൈവത്തെ അല്ലാതെ മറ്റു പലരും ഭയക്കേണ്ട അവസ്ഥ. ദൈവമക്കൾ എന്ന ദാവീദ് വിമത കുരിയ എന്ന ഗോലിയാത്തിനോടാണ് ബസിലിക്കയിൽ ഏറ്റുമുട്ടിയിരിക്കുന്നത്. ഒരുപക്ഷെ ഏകീകൃത ബസിലിക്കയ്ക്കായുള്ള വിശ്വാസികളുടെ സഹനചിത്രത്തിലെ പ്രധാന സംഭവമായി ഇതിനെ വ്യാഖ്യാനിക്കപ്പെടും. മെത്രാന്മാരും വൈദികന്മാരുമാണ് ജനത്തെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തേണ്ടത്. അത് അവരുടെ ചുമതലയാണ്. അതാണ് അവരുടെ ദൈവികമായ ദൗത്യം. എന്നാൽ സിറോ മലബാർ സഭയിൽ ഇന്ന് നാം കാണുന്നത് നേരെ മറിച്ചാണ്. സഭയുടെ മെത്രാൻസിന്റെ എടുത്ത തീരുമാനം നടപ്പാക്കാൻ അൽമായർ രംഗത്തിറങ്ങേണ്ട ഗതികേട്. ആദ്യമൊക്കെ മെത്രാന്മാരുടെ തീരുമാനം മെത്രാന്മാർ തന്നെ നടപ്പാക്കട്ടെ എന്ന് പറഞ്ഞ് അൽമായർ കരുതി മാറി നിൽക്കുകയായിരുന്നു. അത് കണ്ട് സഭ ചിഹ്ന ഭിന്നമാകുന്നത് കണ്ടു നിൽക്കാൻ അവർക്ക് ഒട്ടും സാധിക്കുന്നില്ല. അങ്ങനെയാണ് അൽമായർ സഭയെ രക്ഷിക്കാൻ രംഗത്തിറങ്ങി. അതിനുവേണ്ടി എന്ത് വില കൊടുക്കാനും തങ്ങളുടെ വിലപ്പെട്ട സമയമടക്കം ബസലിക്ക ചെലവഴിക്കാനും അവർ തയ്യാറാണ്. ആരണി അൽമായർ. അൽമായർ എന്നാൽ ക്രിസ്ത്യൻ സഭയിലെ വൈദികരും സന്യാസികളുമല്ലാത്ത സാധാരണ വിശ്വാസികളാണ്. അവർ മാമോദിസ വഴി സഭയിൽ അംഗങ്ങളാണ്. പുറത്തുനിന്നൊന്നും വന്നവരല്ല. തിരുപ്പട്ടം സ്വീകരിക്കാത്തവരും സന്യാസവ്രതത്തിൽ ഇല്ലാത്തവരും സാധാരണക്കാരുമായ ക്രിസ്ത്യാനികൾ തന്നെയാണ് അവർ. ഇവരും മിശിഹയുടെ പ്രവാചകരും പൗരോഹിത്യം, രാജ്യത്വം എന്നിവയിൽ പങ്കാളികളായി സഭയുടെയും ലോകത്തിന്റെയും വളർച്ചയിൽ തങ്ങളുടേതായ പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ ഇനി അൽമായുടെ പങ്കെന്താണ് സിറോ മലബാർ സഭയിൽ എന്ന് ചോദ്യത്തിന് ഇതാണ് ഉത്തരം. ഇവരാണ് സഭയുടെ ജീവനും ജലവുമെല്ലാം. അതുകൊണ്ടാണ് പൗരോഹിത്യമടക്കം, മെത്രാന്മാരടക്കം, പുരോഹിതടക്കം, വൈദികരടക്കം ഇപ്പോൾ സഭയിൽ പിടിച്ചു നിൽക്കുന്നു. നമ്മുടെ പള്ളികൾ ഇടവകക്കാർക്ക് മാത്രമാണെന്ന് തെറ്റിദ്ധാരണ ആദ്യമേ മാറ്റണം. നമ്മുടെ പള്ളികളിൽ അക്രൈസ്തവർക്കും പ്രവേശിക്കാൻ പക്ഷെ ചില ചിട്ടകൾ പാലിക്കണമെന്ന് മാത്രം. കത്തോലിക്കക്കാർ ഇടവകക്കാർ അല്ലെങ്കിൽ അവരുടെ യോഗത്തിൽ പങ്കെടുക്കാനോ അധികാര സ്ഥാനങ്ങൾക്കോ സാമ്പത്തിക കാര്യങ്ങളിലോ കല്ലറ മുതലായ അവകാശങ്ങളോ അവർക്ക് ഇല്ലായിരിക്കും എന്ന് മാത്രം. അത് കത്തോലിക്കക്കാർ ഇടവകക്കാർ അല്ലെങ്കിലാണ്. അവർക്കും വരാം ബസിലിക്കയിലേക്ക്. ബസിലിക്കയിൽ നടക്കുന്ന ഇപ്പോഴത്തെ പ്രശ്നം നമ്മുടെ രൂപതയിൽ മാത്രമല്ല, മറിച്ച് സിറോ മലബാർ സഭയുടെ മൊത്തം പ്രശ്നമാണ്. ബസിലിക്കക്കാർ നോക്കട്ടെ എന്ന മനോഭാവം പടിഞ്ഞ് സഭയെ സ്നേഹിക്കുകയും നിലനിൽക്കുകയും ചെയ്യുമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ സഭാ വിശ്വാസിയും ബസിലിക്കക്കാർ എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് കരുതാതെ ഇപ്പോൾ നടക്കുന്ന പ്രാർത്ഥനാ സമര പരിപാടിയിൽ പങ്കെടുക്കണമെന്നാണ് ഇപ്പോൾ അഭ്യർത്ഥിക്കുന്നത്. ഇവിടെ ഒറ്റക്കെട്ടായി വിശ്വാസികൾ നിന്നെങ്കിൽ മാത്രമേ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുള്ളൂ. കാരണം കല്ലേറും ഫ്ലക്സ് കീറലും സർക്കുലർ കത്തിക്കലും ഒന്നും നമ്മുടെ പരിപാടിയല്ല. അതിനാൽ വീണ്ടും വീണ്ടും പറയുകയാണ്, സഭയെ സ്നേഹിക്കുന്ന എല്ലാ മക്കളും ബസിലിക്കയിൽ വന്ന് സഹകരിക്കണം. കാരണം ബസിലിക്കയിൽ നടക്കുന്നത് അരാജകത്വമാണ്. ബസിലിക്കയ്ക്ക് പുറത്ത് നടക്കുന്നത്, അകത്ത് നടക്കുന്നത് വിശ്വാസ സമരമാണ്, വിശ്വാസികളുടെ വിശ്വാസ യജ്ഞമാണ്. അതിരൂപതയിലെ തടസ്സങ്ങളെല്ലാം നീക്കി തിരുപ്പിറവി ദിനത്തിന് മുമ്പെങ്കിലും അവിടെ സമാധാനം കൊണ്ടുവരിക എന്നത് തന്നെയാണ് വിശ്വാസികളുടെ. എന്തായാലും ഏകീകൃത കുർബാന, അൾത്തര അഭിമുഖ കുർബാന, അതല്ലാതെ ജനാഭിമുഖ കുർബാന എന്ന ആ ഇല്ലിസിറ്റ് കുർബാന രീതിയുമായി ആര് വന്നാലും അതിനെ എതിർക്കാൻ തന്നെയാണ് വിശ്വാസികളുടെ തീരുമാനം. അത് പ്രാർത്ഥനാ യജ്ഞത്തിലൂടെ മാത്രമാണെന്ന് ഒരു വേർതിരിവ് കൂടിയുണ്ട്. അല്ലാതെ കയ്യാങ്കളിയിലോ ഗുണ്ടായുസത്തിലോ കയ്യൂക്കിലോ ഒന്നുമല്ല ഇപ്പോൾ എറണാകുളത്തെ അതിരൂപതയിലെ സെന്റ് മേരീസ് ബസിലിക്കയിലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അവിടെ ഉയർന്നു കേൾക്കുന്നത് നാമജപങ്ങൾ മാത്രമാണ്, പ്രാർത്ഥനാ ജപങ്ങൾ മാത്രമാണ്. അത് വിശ്വാസികളുടെ നാവിൽ നിന്നും ഉയരുന്നു. അത് കേട്ടെങ്കിലും സിനഡും മെത്രാന്മാരും കുലുങ്ങണേ എന്നാണ് ഇപ്പോൾ